ദിവസം മുഖ്യമന്ത്രിയുടെ മരുമകൻ ഉൾപ്പെടെയുള്ള 3 മന്ത്രിമാർ 35-ൽ കുറയാത്ത ആളുകളും പാലക്കാട് കുതിരാൻ തുരങ്കത്തിലേക്ക് പോയത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ്. ഏത് പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 മന്ത്രിമാരും 35-ലധികം ഉദ്യോഗസ്ഥന്മാരും ഈ തുരങ്കം സന്ദർശിച്ചത്? BJPയുടെ യോഗത്തിൽ 11 പേരാണ് പങ്കെടുത്തത്. ഇപ്പൊ യോഗം നടത്താൻ പോലും നിരോധനം ഏർപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ശ്രീമതി ഗാന്ധിയുടെ അടിയന്തരാവസ്ഥ വിജയപൂർവ്വം അതിജീവിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരെ ശ്രീമതി ഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുമ്പോൾ CPM ജയിലിലെ ഗോതമ്പിൻ്റെ ഉണ്ടയ്ക്ക് തൂക്കം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയവരാണ്. ഞാനൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, കള്ളക്കേസ്. ഇപ്പം കള്ളക്കേസ് ഇപ്പോൾ കൊടകര സംഭവം ആദ്യം മാധ്യമങ്ങളും പോലീസും പറഞ്ഞത് എന്താ? കൊടകര കവർച്ച കേസ്. ഇതാണ് ആദ്യത്തെ തലക്കെട്ട്. അതിനുശേഷം കൊടകര കുഴൽപ്പണ കവർച്ച കേസ്, ഇപ്പോഴോ കുഴൽപ്പണ കേസ്, കൊടകര കുഴൽപ്പണ കേസ്. എങ്ങനെയാണ് ഈ രൂപാന്തരം വന്നത്? എങ്ങനെയാണ് ഈ മാറ്റം വന്നത്? ഈ കൊടകര സംഭവം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തിരക്കഥക്കനുസരിച്ചാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ആ തിരക്കഥയിലെ കഥാപാത്രങ്ങളെ BJP നേതാക്കളുമായി ബന്ധിപ്പിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത്. സ്വാഭാവികമായി നോക്കൂ നിങ്ങൾ, ഒരു പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ IPS പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ആദ്യം അന്വേഷണം നടന്നത്. ആ പോലീസ് സൂപ്രണ്ട് പരസ്യമായി പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല, ഈ പണവുമായിട്ടും ബന്ധവുമില്ല. പക്ഷെ അത് പറഞ്ഞ ഉടനെ തന്നെ ആ ഓഫീസറെ സ്ഥലം മാറ്റി, ആ ഓഫീസറെ ചുമതലയിൽ നിന്ന് മാറ്റി. എന്നിട്ടോ കൊണ്ടുവന്നത് ആരാ? കുപ്രസിദ്ധനായിട്ടുള്ള ഓഫീസർമാരെയാണ്. നിങ്ങൾക്കറിയാം, വാളയാറിൽ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 2 കുഞ്ഞു കുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ സംരക്ഷിച്ച കുപ്രസിദ്ധനായ ഉദ്യോഗസ്ഥരെയാണ് പിന്നീട് അന്വേഷണത്തിനായി നിയോഗിച്ചത്. നമുക്കറിയാം, ഒരു IPS ഓഫീസറെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഇപ്പം അന്വേഷണം നടത്തുന്നത് ഇത്തരമൊരു ഓഫീസറാണ്. ഇത് അന്വേഷണ സംഘമല്ല, ഇത് അധോലോക സംഘം. ഞാനിതിൽ കൂടുതൽ വിശദീകരിക്കുന്നത് ഞങ്ങൾ വിശദീകരിച്ചത്, ഇപ്പം സാധാരണ ഈ ഒരാൾ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്താൽ അയാളുടെ ഫോൺ കോൾ ലിസ്റ്റ് പരിശോധിച്ച് അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക, അന്വേഷിക്കുക. അതേസമയത്ത് ഇതിൽ പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രതികളായിട്ടുള്ള പ്രതികളെ പിടികൂടപ്പെട്ടവരിൽ BJPയുമായി ബന്ധമുള്ള ഒരാളെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? പ്രതിപക്ഷയും മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവും അതുപോലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും പറയട്ടെ, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതികളിൽ ആരെങ്കിലും ഒരാൾ BJPയുമായി ബന്ധമുള്ളവരെന്ന് പറയട്ടെ. മറ്റൊരു കാര്യം, എന്നാൽ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ഇടതുപക്ഷ സഹയാത്രികരാണ്. ഒന്നുകിൽ CPMയുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ CPIയുമായിട്ട് ബന്ധമുണ്ട്. വാദിയുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ച് അന്വേഷണം നടത്തുകയും ആളുകളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം പ്രതികളുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ച് എന്താണ് വിളിക്കാത്തത്? അതിന് കാരണം പറയുന്നത് ഇപ്പോൾ വളരെ ബഹുരസമാണ്. അതായത് വാദി കേസ് കൊടുത്തു, അതിൽ പറഞ്ഞ തുകയേക്കാൾ കൂടുതൽ പ്രതികളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു എന്നാണ്. അത് പണമായും പിടിച്ചെടുത്തു, പണ്ടമായും സ്വർണമായും പിടിച്ചെടുത്തു. പ്രതി പറഞ്ഞ തുക, ഈ വാദി പറഞ്ഞ തുകയിൽ നിന്നും കൂടുതൽ തുക പ്രതികളുടെ നിന്ന് പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പം വാദിയുടെ കോൾ ലിസ്റ്റിൽ നിന്ന്
കോൾ ലിസ്റ്റ് പ്രകാരം ആളുകളെ വിളിക്കുന്നത്, BJPയുടെ സംസ്ഥാന നേതാക്കന്മാരെ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെയോ നിങ്ങളുടെ ഇരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളുടെ ആരെങ്കിലും വീട്ടിൽ നിന്ന് 10,000 രൂപ മോഷണം പോകുന്നു, പോലീസ് പ്രതിയെ പിടിക്കുന്നു, ആ പ്രതിയുടെ വീട്ടിൽ നിന്ന് 1 ലക്ഷം രൂപയും കിട്ടുന്നു, 1 കിലോ കഞ്ചാവും കിട്ടുന്നു. അപ്പം വാദി പറയണം, ഈ 10,000 രൂപയും കഴിച്ച് 90,000 രൂപ ഈ പ്രതിയുടെ വീട്ടിൽ എങ്ങനെ വന്നു, 1 കിലോ കഞ്ചാവ് എങ്ങനെ വന്നു പറയണ്ടേ? അപ്പം നമ്മൾ ഇനി മുതൽ പിണറായി വിജയൻ്റെ ഭരണത്തിൽ നമ്മളിനി നമ്മുടെ വീടുകളിൽ നിന്ന് മോഷണം പോയാൽ ആദ്യം പ്രതിയെ അന്വേഷിക്കണം, പ്രതിയുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തണം. അതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നമ്മൾ മോഷണം പോയ തുക ഈ പരാതിയിൽ സൂചിപ്പിക്കേണ്ടി വരും, അല്ലേ? ഒരു വിചിത്രമായ നടപടി. ഇപ്പം സൂചിപ്പിക്കുന്ന ഇതുമായി BJPക്ക് യാതൊരു ബന്ധവുമില്ല, BJPക്ക് ഈ പണവുമായി ബന്ധവുമില്ല. പക്ഷെ ആസൂത്രിതമായിട്ടുള്ള കള്ളക്കേസിൽ കുടുക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രി ഓഫീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. BJPയെ തകർക്കുക, BJPയെ തളർത്തുക, അധികാരം ഉപയോഗിച്ച് BJPയെ അടിച്ചമർത്തുക, ഇതാണ് ശ്രമം. അതിൻ്റെ കാരണം ഞാൻ നേരെ സൂചിപ്പിച്ചത്, സ്വർണ്ണക്കടത്ത്, ഹവാല, റിവേഴ്സ് ഹവാല, ഇതൊക്കെ കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പങ്ക് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതിയായി മാറിയിരിക്കുന്നു, ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇനി മറ്റുള്ളവരിലേക്ക് അന്വേഷണം പോകുന്നുണ്ട്. ഇതിൻ്റെ പ്രതികാരം എന്നോണമാണ് ഇപ്പോൾ BJP നേതാക്കന്മാർക്കെതിരായിട്ടുള്ള കള്ളക്കേസ്, അതിനവരെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കൽ, എന്നിട്ട് മാധ്യമങ്ങൾക്ക് അതിൻ്റെ വാർത്ത ചോർത്തി കൊടുക്കുക. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മേൽ BJPയെ അപമാനിക്കുക, അവഹേളിക്കുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രതികളിൽ BJPയുമായി ബന്ധമുള്ള ആരുമില്ല. പക്ഷേ ഇടതുപക്ഷ സഹയാത്രികരാണ്. മാർട്ടിൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു പ്രതി, അയാൾ AIYFൻ്റെ ഭാരവാഹിയാണ്, മേഖലാ ഭാരവാഹിയാണ്. അയാൾ ഫോൺ കോൾ ഒന്ന് പരിശോധിക്കട്ടെ, അതിൽ CPIയുടെ ഏതെങ്കിലും MLAയുടെ നമ്പർ ഉണ്ടോന്ന് കാണട്ടെ. അയാൾ തെരഞ്ഞെടുപ്പിൽ സജീവമായിരുന്നു കൊടുങ്ങല്ലൂരിൽ. അതുപോലെ BJPയുടെ യുവമോർച്ചയുടെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സത്യേഷിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്. അയാളുടെ പരിശോധിക്കട്ടെ കോൾ ലിസ്റ്റ്, ഏതൊക്കെ CPM നേതാക്കന്മാരുമായി ബന്ധമുണ്ടെന്ന് കാണട്ടെ. എന്തുകൊണ്ട് അത് പരിശോധിക്കാത്തത്? അപ്പോൾ ഒരു പ്രതിയുടെയും കോൾ ലിസ്റ്റ് പരിശോധിക്കാതെ കേസ് കൊടുത്ത വാദികളെ മാത്രം കോൾ ലിസ്റ്റ് പരിശോധിക്കുകയും ചെയ്യുന്ന എന്ത് അടിസ്ഥാനത്തിൽ അരി ആഹാരം തിന്ന കേരളത്തിലെ മുഴുവൻ മലയാളികൾക്കും ഇക്കാര്യം ബോധ്യപ്പെടും. ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പം BJP സംസ്ഥാന അധ്യക്ഷനെതിരായിട്ട് കേസെടുക്കുന്നു. എന്താ പ്രശ്നം? ഇനി ഇവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ടും സംസ്ഥാന സർക്കാരിനെതിരായിട്ടും ആരെങ്കിലും സംസാരിച്ചാൽ അവർക്ക് ഇതായിരിക്കും ഗതി. സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല, മകനെ പോലും കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം സംസാരിച്ചവർക്കെതിരായിട്ട് മാത്രമല്ല, അവരുടെ കുടുംബത്തെ പോലും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ്സുകാർക്ക് VD സതീശനും ഷാഫി പറമ്പിലിനും സന്തോഷം തോന്നിയേക്കാം BJPയുടെ സംസ്ഥാന നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുമ്പം അവരുടെ കുടുംബങ്ങളെ കള്ളക്കേസ് കൊടുക്കുമ്പോൾ. പക്ഷേ എന്തെങ്കിലും ഒരക്ഷരം ഈ ഗവൺമെൻറ് സംസാരിക്കാൻ തയ്യാറായാൽ അവർക്കും ഈ ഗതി വരും. സൂക്ഷിച്ചാൽ മതി. ഇപ്പം മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണ് പ്രതിപക്ഷ നേതാവും ഈ കേരളത്തിലെ പ്രതിപക്ഷവും ഉള്ളത്, യാതൊരു സംശയമില്ല. കാരണം മുഖ്യമന്ത്രിയെ പ്രകോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാൻ ഈ പ്രതിപക്ഷത്തിന് യാതൊരു നട്ടലുമില്ല. കാരണം ഇതിൻ്റെ കടിഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന് ഭയമാണ്. ഞങ്ങളതിനെക്കുറിച്ച് പരാതി പറയുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ നട്ടലുയർത്തി സംസാരിക്കാൻ ധാർമ്മിക ശക്തി കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷത്തിനില്ല. സത്യമാണ്. ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് കള്ളക്കേസാണ്. മറ്റൊന്ന് ഈ നമ്മളിപ്പോൾ പുതിയൊരു കേസ് വന്നിരിക്കുന്നു, മഞ്ചേശ്വരം കേസ്. ആ കേസിൽ
നിങ്ങൾക്ക് എല്ലാവർക്കും കേസ് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കാര്യം. അപ്പം ഇതൊരു ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇതിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും BJP നേതൃത്വം നൽകും. ഏത് മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ സർക്കാരും ഉയർത്തുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ ഭാരതീയ ജനതാ പാർട്ടി പൂർണ്ണമായും സജ്ജമാണ്. മാത്രമല്ല, ഞങ്ങൾ ഈ ഭീഷണിക്ക് മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല എന്ന് മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ പിന്നിൽ എല്ലാ ശക്തികളെയും മുട്ടുകുത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങൾ മുട്ടുമടക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ഭയപ്പെടാൻ പോകുന്നില്ല. അത് കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, കേരളത്തിലെ പ്രമുഖമായ പ്രതിപക്ഷ പാർട്ടിയാണ്. ഇന്ന് നോക്കൂ, നമ്മുടെ കേരളത്തിലെ നിയമസഭയുടെ അവസ്ഥ എന്താ? കേരളത്തിലെ നിയമസഭയുടെ അവസ്ഥ ഒരു കേന്ദ്ര വിരുദ്ധ സഭയാണ്. അവിടെ നടക്കുന്നത് മുഴുവൻ BJP വിരുദ്ധ, മോഡി വിരുദ്ധ സംയുക്ത പ്രമേയം. സത്യത്തിൽ UDF LDFിൻ്റെ ഭാഗമായി ചേരുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലതാ. ഒറ്റ ട്രഷറി ബെഞ്ചും പ്രതിപക്ഷ ബെഞ്ചോട് ആവശ്യം, ഒറ്റ ബെഞ്ച്. ഇപ്പം ഓരോ ദിവസവും ആവേശത്തോടുകൂടി സംസാരിക്കുന്നത് എന്താണെന്നറിയോ? BJPയെ തോൽപ്പിച്ചത് തങ്ങളാണെന്ന് LDF വാദിക്കുന്നു. അല്ല, BJPയെ തോൽപ്പിച്ചത് തങ്ങളാണെന്ന് UDF വാദിക്കുന്നു. അതെ, ഒരു കാര്യം വ്യക്തമായി. BJPയെ തോൽപ്പിച്ചത് UDFും LDFും ചേർന്നിട്ടാണ്. ഈ അവിശുദ്ധ സഖ്യാൻ BJPയെ തോൽപ്പിച്ചത്, ഇതാ ഞങ്ങൾ ആരോപണം. പക്ഷേ UDF ഒരു കാര്യം പറയണം, BJPയെ തോൽപ്പിച്ചത് തങ്ങളാണെന്ന് പറയുമ്പോൾ ഇവർ ജയിപ്പിച്ചതാരാ? LDFനെ. LDF BJPയെ തോൽപ്പിച്ചു എന്ന് പറയണം, LDF പറയണം ഞങ്ങൾ ആരെയാണ് ജയിപ്പിച്ചത്? UDFനെ. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന പല MLAമാരും ഈ കോൺഗ്രസ് മാർക്സിസ്റ്റ് ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായത്, വിജയിച്ചത്. അപ്പോൾ ഇതൊരു രണ്ട് ചേരിയായി നിൽക്കേണ്ടവരല്ല. അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്, ഇവർ രണ്ടുപേരും ശ്രമിക്കുകയാണിത്. BJPക്കെതിരായിട്ടുള്ള ഞങ്ങൾക്കറിയാം, ഇവർ രണ്ടുപേരെയും ഒന്നിപ്പിക്കുന്ന കണ്ണി ഏതാ ഞങ്ങൾക്കറിയാം, അത് തീവ്രവാദ സംഘടനകളാണ്. തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിക്കാനും പ്രീതിപ്പിക്കാനുമാണ് BJPക്കെതിരായിട്ടുള്ള ആരോപണം. BJP അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്, BJP നേതാക്കന്മാരെ കള്ളക്കേസ് കൊടുക്കുന്നത്, BJP നേതാക്കന്മാർ സംസ്ഥാന പ്രസിഡന്റിനെ അടക്കം കുടുംബങ്ങളടക്കം കേസിൽപ്പെടുത്തുന്നത് തീവ്രവാദ സംഘടനകളെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും കണ്ടിരിക്കും ഒരു പട്ടണപ്രവേശം എന്ന് പറയുന്നത് സിനിമ. അത് രണ്ട് കഥാപാത്രമുണ്ട്, വിജയനും ദാസനും. അപ്പോൾ ദാസൻ വിജയനോട് ചോദിക്കുന്നുണ്ട്, വിജയ, ഈ ബുദ്ധി നേരത്തെ തോന്നാമായിരുന്നില്ലേ? അപ്പം വിജയൻ പറഞ്ഞ മറുപടി, ദാസ, എല്ലാറ്റിനും സമയമുണ്ട്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള സംഭാഷണമാണ്. ഇങ്ങനെ പരസ്യമായിട്ടുള്ള ഐക്യവും ഒരുമിക്കലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന ദാസൻ എന്ന കഥാപാത്രം ചോദിക്കുക, നമുക്ക് നേരത്തെ തോന്നിക്കൂടായിരുന്നോ? തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പരസ്യമായ സഖ്യാകാമായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ സിനിമയിലെ കഥാപാത്രമായ വിജയൻ പറയുന്നത് എല്ലാറ്റിനും സമയമുണ്ടെന്ന്. അതിപ്പോൾ സമയം വന്നിരിക്കുക. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം BJP ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർവ്വരൂപം നിങ്ങൾക്കറിയാം, ജനസംഘമാണ്. ആ ജനസംഘവും ഞങ്ങളൊക്കെ ആദർശത്തിൻ്റെ പ്രേരണ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെയും 75 ശ്രീമതി ഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് നിരോധനം ഏർപ്പെടുത്തി. പക്ഷെ ആ നിരോധനത്തെ വിജയപൂർവ്വം അതിജീവിച്ച പാർട്ടിയാണ് ഞങ്ങളുടെ. ആ ഒരു പ്രസ്ഥാനത്തെയാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും അവരുടെ ഗവൺമെൻറ്റും വീണ്ടും ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രതിപക്ഷത്തിൻ്റെ സഹായത്തോടു കൂടി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു കാരണവശാലും അവർ വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങൾ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന 10-ാം തീയതി ബൂത്ത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതിഷേധ ധർണ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കും. ഈ ലോക്ക്ഡൗൺ പിൻവലിക്കുന്ന മുറക്ക് കേരളം കണ്ട വലിയ പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി രൂപം നൽകും എന്ന കാര്യം സംശയമില്ല.
അല്ല, ഞങ്ങൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ഞങ്ങളുടെ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം അത് അഴിമതി മുക്ത ഭാരതം, പട്ടിണി മുക്ത ഭാരതം, എല്ലാവർക്കും തൊഴിൽ ലഭിക്കുന്ന ഭാരതം, സമൃദ്ധിയും സമത്വവും കളിയാടുന്ന ഭാരതം, ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് ഇതിൻ്റെയൊക്കെ സൃഷ്ടാക്കളാണ്. അഴിമതിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും വിലക്കയറ്റത്തിൻ്റെയും തൊഴിലില്ലായ്മയുടെയും സാമൂഹ്യ എല്ലാ തിന്മകളുടെയും പ്രതീകമാണ് കോൺഗ്രസ്. ഈ തിന്മകളിൽ നിന്ന് മുക്തമായ ഭാരതം എന്നുള്ളതാണ് ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുകൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ നോക്ക്, നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണ്. ഈ സുന്ദര BSPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തു. സുന്ദര സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. അപ്പോൾ വലിയ വാർത്ത വന്നു. എന്താ വാർത്ത? സുന്ദരയെ കാണാനില്ല. BSP നേതാക്കന്മാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പക്ഷെ സുന്ദരനെ പോലീസ് അന്വേഷിച്ചു. സുന്ദര പറഞ്ഞു, എനിക്ക് യാതൊരു പരാതിയില്ല, ഞാൻ താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ് ഞാനും ഉള്ളത്. മാത്രമല്ല മാധ്യമപ്രതിനിധികളെ വിളിച്ചു ചേർത്ത് പത്രസമ്മേളനത്തിൽ സുന്ദര പറഞ്ഞു, എനിക്കൊരു ഭീഷണിയില്ല, ഒരു പ്രലോഭനവുമില്ല, ഞാൻ സ്വമേധയാ എൻ്റെ പത്രിക പിൻവലിക്കുന്നു, ഞാൻ BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ കൊടുത്തതാണ്, എല്ലാ മാധ്യമങ്ങളും ലൈവ് കൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് പണം കൊടുത്തിട്ടാണ് പിൻവലിച്ചതെന്നാണ്. സത്യത്തിൽ അതല്ല അന്വേഷിക്കേണ്ടത്. അത് പരസ്യമായിട്ട് മാധ്യമപ്രതിനിധികളെയും ഒരു കാര്യവും കൂടി നിങ്ങളെ മുമ്പിൽ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, മിസ്സിംഗ് എന്നുള്ള പരാതി BSP നേതൃത്വം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ സുന്ദരയെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. ഒരു അപ്പോൾ യഥാർത്ഥത്തിൽ അന്വേഷിക്കണം എന്താണെന്നറിയോ? ഇപ്പോൾ ഈ മൊഴി മാറ്റത്തിന്, സുന്ദര മൊഴി മാറ്റാനുള്ള കാരണം എന്താ? അതിന് എത്ര കോടിയാണ് മുസ്ലിം ലീഗും CPM നേതൃത്വവും ചെലവിട്ടത്? മുസ്ലിം ലീഗിൻ്റെയും CPMൻ്റെയും കാസർഗോഡ് ജില്ലയിലെ നേതാക്കന്മാരെ ചോദ്യം ചെയ്താൽ എത്ര കോടി ഈ മൊഴി മാറ്റാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട്? മൊഴി മാറ്റുന്നത് ഒഫൻസ്. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഇവിടെ കൊടകര കേസിൽ ഒരു പരാതി കൊടുത്ത വാദിയെ ചോദ്യം ചെയ്യാനും അയാളെ കോൾ ലിസ്റ്റ് പരിശോധിക്കാനും തയ്യാറായല്ലോ. ഞങ്ങളതിനെ എതിർക്കുന്നു. പക്ഷെ എന്നാൽ ഇതേ രീതി അവിടെ കാസർഗോഡ് സ്വീകരിച്ചൂടെ? മഞ്ചേശ്വരം സ്വീകരിച്ചൂടെ? സുന്ദരയുടെ മൊഴിയൊന്ന് ഈ ഫോൺ കോളൊന്ന് പരിശോധിക്കട്ടെ. എന്താ ഇവിടെ കൊടകര ഒരു നീതിയും മഞ്ചേശ്വരത്ത് മറ്റൊരു നീതിയും? അതുകൊണ്ട് ഇതൊരു കള്ളക്കേസാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ബോധപൂർവം കൊടുക്കാനുള്ളതാണ് എന്നതിന് ഇതിലധികം തെളിവെന്ത് ആവശ്യമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഒരാൾ BJPക്കെതിരെ ആദ്യം നോമിനേഷൻ കൊടുത്തു, പിന്നെ BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പിൻവലിച്ച ഒരാളെ ഞാൻ കാസർഗോഡ് പോയി വിചാരിച്ചോ? ഞാൻ അയാളെ കണ്ടാൽ തെറ്റ്? BJPയോടൊപ്പം നിൽക്കുന്ന ഒരാളെ, BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച ആളെ, ഒരു BSP മുൻ നേതാവിനെ കണ്ടാൽ അവിടെ കൂടെ ഫോട്ടോ എടുക്കുന്നവരെന്താ തെറ്റ്? ഞാൻ ചോദിക്കട്ടെ, കോഴിക്കോട് സജീവൻ സ്ഥാനാർത്ഥിയാണ് കുന്നമംഗലത്ത്. ഇയാൾക്കെതിരെ നോമിനേഷൻ കൊടുത്താൽ പിൻവലിക്കുകയും സജീവന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞാൻ നാളെ BJPയുടെ സംസ്ഥാന ചുമതലപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ കുന്നമംഗലത്ത് പരിപാടിക്ക് പോയാൽ ഞാനും സജീവനും ഈ പിന്തുണ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയും ഒരുമിച്ച് ഫോട്ടോ എടുത്താൽ തെറ്റുന്നത്. അതേ സമയത്ത് ഒരു കാര്യം ഉണ്ടായിരുന്നു, BJPക്ക് പിന്തുണ കൊടുത്ത ഒരു സ്ഥാനാർത്ഥി CPMൻ്റെ കൂടെയോ അല്ലെങ്കിൽ പിന്നെ UDFൻ്റെ നേതാക്കന്മാരുടെ കൂടെയോ ഫോട്ടോ എടുത്താൽ പറയാം നിങ്ങൾക്ക്. ഇവിടുത്തെ പ്രസക്തി നമ്മുടെ ഈ ചർച്ചയിൽ നമ്മുടെ ഇന്നത്തെ വിഷയം, ആ വിഷയത്തിൽ അധികം നമ്മൾ സംസാരിക്കുന്നതാണ്. BJPയുമായി ബന്ധപ്പെട്ട ആളാണ്. അല്ല
അല്ല, നിങ്ങൾ ഇത് അത് അവിടെ ഇവിടെ നിന്ന് അന്വേഷിക്കണം. എന്താ നിങ്ങൾ ഞങ്ങളെ അഭിപ്രായം എന്താ അറിയുമോ? ഈ മഞ്ചേശ്വരം കൊടകര ഒരേ തിരക്കഥയാണ്. അത് അന്വേഷിക്കണം, ആ ബന്ധം അന്വേഷിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം CK ജാനുവിന് പണം കൊടുത്തതിനെ ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു തെളിവ് പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് അതിന്റെ ബാക്കി പത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് ഞാൻ ചോദിക്കട്ടെ, അക്കാര്യത്തെക്കുറിച്ച് സംസ്ഥാന അധ്യക്ഷൻ ആണല്ലോ ഇതിൻ്റെ, അയാളുടെ ശബ്ദമാണ് നിങ്ങൾ കേൾന്ന് പറയുന്നത്. അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്, എന്താ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ടൂൾ കിറ്റാണ്. ഇതൊരു ടൂൾ കിറ്റിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. അത് BJP തകർക്കുക, അഖിലേന്ത്യാ തലത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ, കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാൻ, കേന്ദ്ര സർക്കാരിനെയും BJPയും അവഹേളിക്കാൻ, അപമാനിക്കാൻ ഒരു വലിയൊരു ഗൂഢാലോചന ദേശീയ തലത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ 18 വയസ്സിന് മുകളിൽ എല്ലാവർക്കും സൗജന്യ വാക്സിൻ കൊടുത്തു. പട്ടിണി പാവങ്ങൾക്ക് ദീപാവലി വരെ സൗജന്യമായ ഭക്ഷണം, ഒരാൾക്ക് 5 കിലോഗ്രാം അരി എന്ന നിലക്ക് ധാന്യം വിതരണം ചെയ്യാൻ തീരുമാനിച്ചു.